ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ഭാഗം. കർത്താവ് അരുളി ചെയ്യുന്നു, അക്കാലത്ത് യൂദ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജെറൂസലേം നിവാസികളുടെയും അസ്ഥികൾ കല്ലറയിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. അവർ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും അന്വേഷിക്കുകയും അനുഗമിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യചന്ദ്രന്മാരുടെയും ആകാശ ശക്തികളുടെയും മുമ്പിൽ അവ നിരത്തി വയ്ക്കപ്പെടും. ആരും അവ ശേഖരിച്ച് സംസ്കരിക്കുകയില്ല. ചാണകം പോലെ അവ ഭൂമുഖത്ത് ചിതറിക്കിടക്കും. ദുഷിച്ച ഈ തലമുറയിൽ അവശേഷിക്കുന്നവർക്ക് ഞാൻ അവരെ ചിതറിച്ച അടിമത്തത്തിന്റെ നാടുകളിൽ ജീവനേക്കാൾ മരണ അഭികാമ്യമായി അനുഭവപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. പാപവും ശിക്ഷയും. 4-ാം വചനം. നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? വഞ്ചനയിലാണ് അവർക്ക് ആസക്തി, തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു ഒരുവനും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് പോകുന്നു. ആകാശത്തിൽ പറക്കുന്ന ഞാറ പക്ഷിക്ക് പോലും അതിന്റെ കാലമറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരുവാനുള്ള സമയം പാലിക്കുന്നു. എന്റെ ജനത്തിനാകട്ടെ കർത്താവിന്റെ കൽപ്പന അറിഞ്ഞുകൂടാ. എന്റെ ജനത്തിനാകട്ടെ കർത്താവിന്റെ കൽപ്പന അറിഞ്ഞുകൂടാ. ഞങ്ങൾ ജ്ഞാനികളാണ്, കർത്താവിന്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിയമജ്ഞരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിതരാകും, അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും. കർത്താവിന്റെ വാക്കുകളെ അവർ നിരസിച്ചു. അവരുടെ ജ്ഞാനം കൊണ്ട് എന്തു ഫലം? അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും, അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും. എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുന്നു. പ്രവാചകനും പുരോഹിതനും കപടമായി പെരുമാറുന്നു. അശ്രദ്ധമായിട്ടാണ് എന്റെ ജനത്തിന്റെ മുറിവുകൾ അവർ വെച്ചു കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇസ്രായേൽ ജനത പലതരത്തിലുള്ള തിന്മകളില് പോയി വീണു. പ്രവാചകൻ പറയുകയാണ്, അവർക്ക് മടങ്ങി വരാൻ മനസ്സില്ല എന്ന്. പക്ഷികൾക്ക് അത് തിരിച്ചു വരേണ്ട സമയം അറിയാം. തിരിച്ചു വന്ന് അത് ചേക്കേറുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ അവരുടെ പാപങ്ങളോർത്ത് അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ മനസ്സാകുന്നില്ല. ദൈവമേ, ഇന്നത്തെ യുവജനതയും ഇതുപോലെ തന്നെയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപത്തിന്റെ വലിയൊരു ചെങ്ങലയിൽ വീണ് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാതെ കുഴയുന്ന ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ദൈവമേ, ഇസ്രായേൽ ജനത തിരിച്ചു വരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ യുവാക്കന്മാരെയും പാപത്തിൽ കഴിയുന്നവരെയും തിരിച്ചു വരുവാൻ ഇടയാക്കണമേ. അതിനു വേണ്ടുന്ന അനുഗ്രഹത്തിനായി ഞങ്ങൾ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവത്തിന്റെ വചനം വളർത്തുന്നവരാകാം, ദൈവവചനത്തിൽ ജീവിക്കുന്നവരാകാം.